JRP അങ്ങനെ ഒരു സ്നേഹത്തോടെ ഞാൻ താങ്കളെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് JR പത്മകുമാർ. ഇപ്പോൾ അഡ്വക്കേറ്റ് BRM ഷഫീർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നാം നേരത്തെ ചർച്ച ചെയ്ത് ഫക്രുദ്ദീൻ ആ ഒരു തരത്തിലേക്ക് വന്നിട്ടുള്ള കോൺഗ്രസിനെ രക്ഷിക്കുകയോ നമ്മുടെ ഈ ചർച്ചയുടെ ആവശ്യമില്ല. അത് ജനങ്ങളാണ്. തങ്ങളെ ജനാധിപത്യത്തിൽ എപ്പോഴും അതാണ് സറസ്. ഞങ്ങളെ ആര് രക്ഷിക്കണമെന്ന് ജനങ്ങൾ നിശ്ചയിക്കും. 5 വർഷത്തിലൊരിക്കൽ അവർ വോട്ട് രേഖപ്പെടുത്തും, രക്ഷിക്കുമെന്ന് വിചാരിക്കും. മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്നാര് രക്ഷിക്കണമെന്ന് പറയേണ്ട അവകാശമില്ല. അത് ജനങ്ങൾ തീരുമാനിക്കും. ഇനി മാസങ്ങൾ മാത്രം. അങ്ങനെ നിൽക്കുമ്പോഴും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ BJPയുടെ സംസ്ഥാന വക്താവുമാണ്. എത്ര ന്യായീകരിക്കാൻ നേരത്തെ ബെന്നി ബെഹ്നാനെ പീപ്പിൾ TV വിളിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് ന്യായീകരിച്ചു. പ്രതിപക്ഷ ബഹുമാനവും പ്രതിപക്ഷത്തിന് അവസരവും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ചർച്ചയും സംഘടിപ്പിക്കുന്നത്. BRM ഷഫീറും അത്തരത്തിൽ ന്യായീകരിക്കപ്പെടുമ്പോൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് തിരുത്തൽ പ്രക്രിയ കോൺഗ്രസിൽ ആവശ്യമാണെങ്കിൽ ഷഫീറിനെ പോലെയുള്ളവർ ഏതു തരത്തിലാണ് നിലപാടുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് ഉപദേശിക്കേണ്ട സാങ്കത്യമുണ്ടോ? JRP അല്ല, എനിക്ക് ഉപദേശിക്കാതെ അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം. ഈ കോൺഗ്രസിനെ കുറിച്ച് പണ്ട് ആൻ്റണി അടിയന്തരാവസ്ഥ കാലത്ത് കൽക്കത്ത AICCയിലാണെന്ന് തോന്നുന്നു. ആൻ്റണി വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ആൻ്റണി പറഞ്ഞ കാര്യം കോൺഗ്രസിനെ തകർക്കാൻ പുറമേ നിന്നുള്ള ആർക്കും കഴിയില്ല, കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രക്ഷിക്കാൻ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ആർക്കും കഴിയാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസ് തകർക്കാൻ അവർക്ക് കഴിയും. അത് ഇന്ന് വളരെ സമർത്ഥമായി രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷഫീർ, അങ്ങനൊരു പുതിയൊരു ധാര നമ്മളെപ്പോഴും ചർച്ച ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞാൽ പോരാ. ജനാധിപത്യത്തെക്കുറിച്ച് ചില മാറ്റങ്ങൾക്കും വേണം. താങ്കളെപ്പോലെയുള്ളവർ അത്തരം കാര്യങ്ങൾ ഈ ഉമ്മൻചാണ്ടി സരിത പറയുന്നു, സരിത പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങ് ന്യായീകരിക്കാതെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അത് വായിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ആവർത്തിക്കേണ്ട കാര്യമില്ല. യെസ്, ബിജു രമേശ് പറയുന്നു ഏറ്റവും പുതുതായി നേരത്തെ പറഞ്ഞ പേരുകൾ അത് ഇനി ബാക്കി പറയാനുണ്ട് എന്ന് പറയുമ്പോഴാണ് 2 കോടി വാങ്ങിയത് വിജിലൻസ് ആണ് ഈ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത്. അതിന്റെ തലപ്പത്തിരിക്കുന്ന രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ 2 കോടി KPCCയുടെ ഓഫീസിൽ വച്ച് വാങ്ങിയെന്ന് പറയുന്നു. VS ശിവകുമാറിന്റെ 25 ലക്ഷങ്ങളുടെ ഈ കണക്ക് പറയുമ്പോൾ ഈ വിജിലൻസിന് രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണത്തിൽ അപ്പുറത്തേക്ക് അതിന്റെ തന്നെ ആധിപത്യം, ഈ വകുപ്പുകളുടെ ആധിപത്യം പുലർത്തുന്നവർ ഇരുന്നാൽ ഈ അന്വേഷണത്തിന്റെ സുതാര്യത എവിടെയാണ്? പാവപ്പെട്ട PD ജോസഫ് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ചെല്ലും, വിജിലൻസ് ജഡ്ജ് ഒരു കണക്ക് പറയും, ഉബൈദിന്റെ ജഡ്ജിലേക്ക് ഹർജി എത്തിക്കാൻ വേണ്ടി തിരക്കിട്ട ശ്രമങ്ങൾ നടത്തും, ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ അവിടെ സംരക്ഷകനായി വരും. ഇത്തരത്തിലുള്ള നാടകങ്ങൾക്കപ്പുറത്തേക്ക് ഈ വിജിലൻസ് വകുപ്പ്, വിജിലൻസ് സെല്ല്, അതോടൊപ്പം രാഷ്ട്രീയം, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം അടക്കം ഏതു തരത്തിലാണ് പോകേണ്ടത് ഷഫീർ? ഈ വിജിലൻസ് വകുപ്പോ അല്ലെങ്കിൽ ബഹുമാനായ ഹൈക്കോടതി ജഡ്ജ് ഉബൈദോ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ചർച്ച വരരുത്. കാരണം സാധാരണ കേസുകൾ പോലെയല്ല, വിജിലൻസ് കേസുകളെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് മാനുവലാണ് അതിനകത്ത് ബാധകമാകുക. വിജിലൻസ് മാനുവൽ പ്രകാരം ഒരാൾ ഒരു 156(3) അനുസരിച്ച് ഒരു വിഷയം വന്നാൽ അത് CRPC 200 അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഒന്ന് വന്നാൽ ആ സംഭവത്തെ സംബന്ധിച്ചൊരു ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം, പിന്നെ ഒരു കിക്ക് വെരിഫിക്കേഷൻ. ഇത് രണ്ടും നടന്നതിന് ശേഷം ഈ സാങ്കേതികത്വങ്ങൾ പറഞ്ഞാൽ ആ സാങ്കേതികത്വങ്ങളുടെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇതെന്തോ വലിയൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് അവിടെ വിമർശിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ വിജിലൻസ് മാനുവലിൽ പറയപ്പെടുന്ന അവസരം തരും. കെ ബാബുവിന്റെ പേരിൽ മറ്റേ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തി, ഇവിടെ നടത്തിയില്ല. അതിൽ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഇദ്ദേഹം അഭിഭാഷകനാണ്. ഞാനും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ഷഫീർ, ഞാൻ ചോദിക്കാം, താങ്കൾ അടക്കമുള്ള നേതാക്കൾ വിജിലൻസ് മാനുവലിനെ കുറിച്ച് പറയുന്നു, 156(3) കുറിച്ച് പറയുന്നു, അടുത്ത് താങ്കൾ പറയുന്നു ക്വിക്ക് വെരിഫിക്കേഷനെ കുറിച്ച് പറയുന്നു. വരട്ടെ ഷഫീർ, എന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കൂ. വിജിലൻസ് ഈ അഴിമതി അന്വേഷിക്കേണ്ട ഏജൻസി ഏതാണ്? വിജിലൻസ് ആണ്. യെസ്, വിജിലൻസ് ആണ്. എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? യെസ്, പറഞ്ഞോട്ടെ എപ്പോഴാണെന്നുള്ളത് ഇരിക്കട്ടെ. ലളിതകുമാരി കേസും 2013 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ച ലളിതകുമാരി കേസ് അവിടെ ഇരിക്കട്ടെ. സാധാരണക്കാരന് ഇതൊന്നും അറിയണ്ട. നിങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷൻ എന്നും പ്രിലിമിനറി എൻക്വയറി ഒക്കെ പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ചില ഘട്ടങ്ങളിൽ. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കുണ്ടായ സംശയം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. 186(3) പ്രകാരം ഫസ്റ്റിൽ അന്വേഷണ ഏജൻസിയിലേക്ക് പോകുമ്പോൾ
പി ഡി ജോസഫ് പറയുന്നു, പീപ്പിൾ ടിവിയോട് പറഞ്ഞു, എനിക്ക് ഇതെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ആരാ അപ്പുറത്ത് നിൽക്കുന്നത്? മുഖ്യമന്ത്രിയാണ്, ആര്യാടൻ മുഹമ്മദാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഒരു ഉപകാരം ചെയ്യണം. ഈ പരാതി ഒന്ന് ആരാണോ ഏജൻസി അവിടേക്കൊന്ന് അയച്ചു തരണം. 156(3) വകുപ്പ് അയക്കുന്നു. നിങ്ങൾ ഈ വീണ്ടും ക്വിക്ക് വെരിഫിക്കേഷന് തൃശ്ശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടില്ലെന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എൻക്വയറിയും ക്വിക്ക് വെരിഫിക്കേഷനും ആരാണ് നടത്തേണ്ടത്? സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻ. എന്താ പറയണെന്നറിയോ? പിന്നെ ഫോർവേഡ് ടു ദി വിജിലൻസ് ഓഫീസർ ആൻഡ് ടേക്ക് ദി ഇമ്മീഡിയറ്റ് ക്വിക്ക് വെരിഫിക്കേഷൻ ആൻഡ് റിപ്പോർട്ട്. തർക്കത്തിലാണ്. അദ്ദേഹത്തെ പ്രതിനിധിയായി ഞാൻ കാണുകയാണ്. ക്വിക്ക് വെരിഫിക്കേഷൻ താങ്കൾ പറയുന്നു. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, അതിന് സാവകാശം ഈ വിജിലൻസിന് നിങ്ങളുടെ സർക്കാർ, മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും നൽകിയോ? ഇത്രയും ക്രൂരമായ ആരോപണം ഉയർന്നപ്പോൾ എന്തിനു നിങ്ങൾ അപ്പീലിന് പോയി? എന്തിന് അപ്പീലിന് പോയി? എന്തിനാ? ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ തന്നെ എഫ്ഐആർ എടുക്കാൻ പറഞ്ഞ സാങ്കേതിക അങ്ങനെയല്ലോ. അതാണ് തെറ്റിദ്ധാരണ. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ജഡ്ജ്മെന്റ് ഞാൻ എടുക്കാം. ഒരു തർക്കവും വേണ്ട ഷഫീർ. ഒരു കാര്യം വേണ്ട, ഹൈക്കോടതിയിലുള്ള ജഡ്ജിമാര് തന്നെ, തലയിൽ വിവരമുള്ള ജഡ്ജിമാര് തന്നെ പറഞ്ഞല്ലോ വാസവനോട് പോകരുത്. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ജഡ്ജിയുടെ ക്രെഡിബിലിറ്റിയിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. എന്റെ ചോദ്യം, താങ്കൾ തീർച്ചയായിട്ടും താങ്കളുടെ നേതാക്കളെ ഇവിടെ ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അവരോടുള്ള ചോദ്യം താങ്കൾ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്വിക്ക് വെരിഫിക്കേഷൻ ആരെടുക്കണം? ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ ഓർഡർ ഇടേണ്ടത് കോടതി. ഈ കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു എന്ന് പറയുന്നു. കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ആ ജഡ്ജ്മെന്റ് എന്താണ് പറയുന്നത്? കൺസേൺഡ് അതോറിറ്റിക്ക് ഞാൻ ഇത് ഫോർവേഡ് ചെയ്യുന്നു. അല്ല, ഞാൻ വായിക്കാം. യെസ്, ഒരു ഇടവേള അടിയന്തരമായിട്ടുള്ളത് കൊണ്ട് തൃശ്ശൂർ വിജിലൻസ് കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ നിയമവശങ്ങളെ പിടിച്ച് സാങ്കേതികത്വത്തെ പിടിച്ച് രക്ഷപ്പെടുമ്പോൾ എന്താണ് സത്യസന്ധമായ അവസ്ഥ? നിയമത്തിന്റെ നൂലാമാലകളിൽ രമേശ് ചെന്നിത്തല 2 കോടി രൂപ കൈക്കൂലി വാങ്ങി KPCC ഓഫീസിൽ. ആരോഗ്യമന്ത്രി VS ശിവകുമാർ 25 ലക്ഷം വാങ്ങി. അതോടൊപ്പം ഉമ്മൻചാണ്ടി വാങ്ങി എന്ന് സരിത പറയുന്നു. ഓരോ പേരുകളും ഏറ്റവും പറഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ 9 മന്ത്രിമാർ കോടികളുടെ അഴിമതി ആരോപണത്തിൽ നിൽക്കുമ്പോൾ സർക്കാരിന്റെ വാദം കോടതി വാദമുഖങ്ങളെ വെല്ലുവിളിച്ചിട്ടുകൊണ്ടാണെങ്കിൽ, അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാണെങ്കിൽ, ഷഫീർ, തൃശ്ശൂർ വിജിലൻസ് കോടതി തെറ്റ് ചെയ്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തൃശ്ശൂർ വിജിലൻസ് കോടതി നിയമപരമായി പാലിക്കേണ്ട അതിന്റെ ഇൻഗ്രീഡിയൻസ് പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ്. എന്ത് ഇൻഗ്രീഡിയൻസ് ആണ്? എന്നെ പറയാൻ അനുവദിക്കുമോ? അർത്ഥത്തിൽ തർക്കത്തിന് സമയമില്ല. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആണ്. തൃശ്ശൂർ വിജിലൻസ് കോടതി തെറ്റിച്ചു എന്ന് താങ്കൾ പറയുന്നു. എന്താണ്? തൃശ്ശൂർ വിജിലൻസ് കോടതി ഫോർവേഡ് ചെയ്തതോടൊപ്പം തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ടേക്ക് എഫ്ഐആർ അഗെയിൻസ്റ്റ് ദ ഉമ്മൻചാണ്ടി ആൻഡ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞു. എഫ്ഐആർ എടുക്കണമെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിനകത്ത് പ്രാഥമികമായ തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 ഭാഗത്തിന്റെയും ഹിയറിംഗ് കേട്ടതിന് ശേഷം മാത്രമേ എഫ്ഐആർ എടുക്കാൻ പാടുള്ളൂ എന്ന് ലളിതകുമാരി കേസിന്റെയും സുപ്രീം കോടതിയിലെ അനിൽകുമാർ കേസിന്റെയും വിധികളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിജിലൻസ് മാനുവലിലെ സെക്ഷൻ 19 എന്ന് പറഞ്ഞാൽ അഴിമതി നിരോധന നിയമത്തിലെ 19 പ്രകാരം ഒരു കൃത്യനിർവഹണത്തിനിടയിൽ നടക്കുന്ന സംഭവത്തെ സംബന്ധിച്ച ഒരു കേസാണെങ്കിൽ മുൻകൂറി അനുവാദവും വാങ്ങണം, പ്രോസിക്യൂഷൻ വേണം. മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അഭിഭാഷകനായ JR പത്മകുമാർ ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണല്ലോ ഞാൻ പറയാം, ആ നിയമം ഞാൻ പറയാം. തൃശ്ശൂർ വിജിലൻസ് കോടതി താങ്കളടക്കം പറയുന്നു എവിടെ എഫ്ഐആർ. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, അഭിഭാഷകനാണ്. അവസാനത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. Therefore, മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ പി ഡി ജോസഫ് പറഞ്ഞത്. Therefore, the complaint is forwarded to Director, Vigilance and Anti-Corruption Bureau, തിരുവനന്തപുരം, for investigating under 156(3). ഈ അതായത് അല്ല, പറയട്ടെ ഷഫീറെ, മുഖ്യമന്ത്രി അടക്കം എഫ്ഐആർ നിങ്ങൾ ആരെയായി തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് ആരാ പറഞ്ഞു? എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഓർഡർ പറഞ്ഞു. അതാണ് നിങ്ങൾ അല്ല, പറയട്ടെ.
ഇൻവെസ്റ്റിഗേറ്റ് FIR നിങ്ങൾ വളച്ചു കെട്ടി നിയമത്തെ ആൾക്കാരെ വട്ടം കളിക്കാൻ തൃശൂർ വിജിലൻസ് കോടതി പറഞ്ഞത് അന്വേഷിക്കൂ എന്നുള്ളതാണ്. ഫൈൻഡ് ദി ഫാക്ട്സ്. ഞാൻ വായിക്കാം എവിടെ FIR. നിങ്ങൾ FIR ആണല്ലോ സാങ്കേതികത്വമായി പറയുന്നത്. അണ്ടർ 156(3) of CRPC, it is within the purview of the police to investigate the crime as laid down in AER 1945 PC 18, that is King Emperor vs. Nasir Ahmad. Await final, അടുത്ത സെന്റൻസ് നോക്കണം, awaiting final report. Call this case on 11/4/2016. അതിൽ എന്താ ജഡ്ജ് പറയുന്നത്? 156(3) അനുസരിച്ച് പ്ലീസ് ലിസൺ ഷഫീർ. 156(3) അനുസരിച്ച് എന്റെ മുന്നിൽ വന്ന പരാതി, ഐ ഡോണ്ട് ഈവൻ ടു മെൻഷൻ ദി മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ദിസ് കേസ്. ഇതിനെ ഞാൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ദേ ഹാവ് ടു ഡു ആസ് പെർ 156(3) ഓഫ് ദി ക്രിമിനൽ PC. നിങ്ങൾ ഇതിനെയൊക്കെ FIR രജിസ്റ്റർ ചെയ്യൂ. കോടതി പറഞ്ഞത് അല്ല ഷഫീർ, ഞാൻ പറയട്ടെ ഷഫീർ പറയുന്നത് കേൾക്കൂ. കോടതി പറഞ്ഞത് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന PD ജോസഫിന്റെ മൊഴിയിൽ നിന്നും അവിടെ ഹാജരാക്കിയിട്ടുള്ള പ്രാഥമികമായ തെളിവുകളിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നു there is something doubtful in this case. എനിക്ക് സംശയിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് CRPCയുടെ 156(3) പ്രകാരം ഈ കേസ് എന്താണ് മെറിറ്റും ഡിമെറിറ്റും എന്നറിയാൻ ഞാൻ പോകുന്നു. കോടതി കണ്ടെത്തിയിട്ട് പറയുകയാണ് ഈ അന്വേഷണം, അതാണ് അതിന്റെ പ്രാധാന്യം. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ വരുമ്പോൾ ഇത് അന്വേഷിക്കാൻ വരുമ്പോൾ അവിടെ PD ജോസഫിനെ വിളിച്ചു വരുത്തണം, തെളിവുകൾ പരിഗണിക്കണം. പരിഗണിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യൂ. അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇതിനിടയിലുള്ള ഒരു പ്രോസസ്സാണ് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രിലിമിനറി എൻക്വയറി. അത് ഇല്ല എന്നതടക്കം എന്ത് മണ്ടത്തരവും അർത്ഥശൂന്യവുമായ വാദഗതിയാണ് നിങ്ങൾ ഉയർത്തുന്നത്. താങ്കൾക്ക് മറുപടിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പക്ഷപാതകരമാകും. ഈ കോടതി പറഞ്ഞിട്ടില്ല എന്ന് എന്റെ സുഹൃത്തെ വിജിലൻസ് കോടതി സാഹചര്യത്തിൽ അസാധാരണ ഉത്തരവ് എന്താണ് പറഞ്ഞതെന്നറിയാമോ? എന്റെ ഷഫീറെ, അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം. എന്റെ സുഹൃത്തെ ഷഫീറെ, ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് ഫർദർ ഹിയറിംഗിന് വേണ്ടി പോസ്റ്റിംഗ് നടത്താം. ഞാനത് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി സർക്കംസ്റ്റാൻസസ്. ഇന്ന ഫോറത്തിലേക്ക് ഞാൻ മാറ്റുന്നു. താങ്കളുടെ മറുപടിയിലേക്ക് വരാം. FIR വിടൂ. സാങ്കേതികത്വം പറഞ്ഞ് കളിക്കാതെ മുഖ്യമന്ത്രിയെ പോലെ. 3 അനുസരിച്ചിട്ട് മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ അദ്ദേഹത്തിന് തെളിവെടുക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്തത് 3 അനുസരിച്ചിട്ട് കൺസേൺഡ് ഇതിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ 2 രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. ഒന്ന് പറഞ്ഞ ഇപ്പോൾ മജിസ്ട്രേറ്റ് ഈ നമ്മുടെ ജഡ്ജ് പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് പ്രാഥമിക അന്വേഷണത്തിൽ ഈ FIR ഇത് കിട്ടിയത് കൊണ്ട് അയാളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തതിനനുസരിച്ച് മൊഴിയിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ മാത്രം FIR രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. FIR അടക്കമുള്ള കാര്യങ്ങളിൽ സാങ്കേതികത്വത്തിൽ പിടിച്ച് അഴിമതിയുടെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ KVS ഹരിദാസ് ചർച്ചകൾ ഈ ഒരു തലത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. കാര്യം നിയമത്തിന്റെ ചില നൂലാമാലകളെ സാധാരണക്കാരന് മുന്നിൽ വളച്ചുകെട്ടി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ വെർഡിക്റ്റ് ഉത്തരവിന്റെ ഫൈനൽ കാര്യങ്ങളാണ് വായിച്ചത്. അപ്പോഴും സാങ്കേതികത്വം പറയുന്നു. താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ സാങ്കേതികത്വം ഇവരെയൊക്കെ സംരക്ഷിക്കുമെന്ന്? ഇവർക്ക് ഇപ്പം അതേ പറയാൻ പറ്റുള്ളൂ പ്രദീപേ. കോൺഗ്രസ്സുകാർക്ക് KM മാണിക്കെതിരായിട്ട് എന്തിനാ ഇവർ FIR ഇട്ടേ? അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തുകൊണ്ടായിരുന്നു? കാരണം ഈ ക്വിക്ക് വെരിഫിക്കേഷനൊക്കെ മുമ്പ് തന്നെ ഒരു FIR അവർ ഇട്ടില്ലേ? അന്നത്തെ ഏറ്റവും വലിയ വിവാദം അതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ? അപ്പോൾ ഈ 2 തരത്തിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. വേണമെന്ന് വെച്ചാൽ കാര്യങ്ങൾ നടത്താൻ ഇവിടുത്തെ പോലീസിന് കഴിയുകയും ചെയ്യും. പക്ഷേ പോലീസിൻ്റെ കഴുത്തിൽ കുടുക്കിട്ടിട്ടാണ് ഇന്നിപ്പോൾ ഇവർ മുഴുവൻ ചെയ്യിക്കുന്നത്. വിജിലൻസിനെ കളിപ്പാവയായിട്ട് നടത്തുക ചെയ്യുന്നത്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. കോടതികളിലല്ലാതെ കോടതികളുടെ മുമ്പിലല്ലാതെ ജനങ്ങൾക്ക് എവിടെ ഇന്നിപ്പോൾ പോകാൻ പറ്റുക? നമ്മുടെ മാധ്യമപ്രവർത്തകർ എത്രയോ തവണ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആശ്വാസം കിട്ടുന്ന ഈ കോടതിയിൽ നിന്നല്ലേ.
ആ കോടതിയിലും നമ്മൾ ജഡ്ജിമാരെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ സമൂഹത്തിലുണ്ടാകാവുന്ന മൂല്യച്യുതിയുടെ ചില അംശങ്ങൾ നീതിപീഠങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ജഡ്ജിമാരെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളും കേൾക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിയിലും അത്തരം ആൾക്കാരുണ്ടാവും, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വേർതിരിച്ച് ഓരോരുത്തരെയും കുറ്റപ്പെടുത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ സമൂഹത്തിലുണ്ടാകുന്ന മൂല്യച്യുതിയുടെ ആ ദോഷങ്ങളുടെ മുഴുവൻ പരിണിത ഫലം നമ്മൾ ഹൈക്കോടതിയിലും മറ്റ് ജുഡീഷ്യറിയിലും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. അത്തരം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മളിതിനെ കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എനിക്ക് തോന്നുന്ന അതാ. അതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ വിലയിരുത്തേണ്ടത് VM സുധീരൻ്റെ മൗനം തന്നെയാണ്. സുധീരനെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഇത്രയും വല്ലാത്ത പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും കണ്ണടച്ച് നടക്കുന്നത് നമ്മളൊക്കെ വളരെ വളരെ ഗൗരവത്തിൽ കാണണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹം വടക്കുന്ന തുടങ്ങിയ യാത്ര മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കുട്ടിച്ചോറാവുമെന്ന് നമുക്കൊക്കെ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് അതിനേക്കാൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. പരിപാടികളിലുള്ള ജനപങ്കാളിത്തവും കുറഞ്ഞു വരികയാണ്. നമ്മളൊക്കെ കാണുന്നുണ്ട് അത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്. അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. അതിനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല. ഇപ്പോൾ നമുക്ക് വളരെ സത്യസന്ധമായിട്ട് നമുക്കറിയാം എന്താണ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനി ആരാ ചെയ്യാൻ പോകുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ ഉള്ള സംവിധാനങ്ങൾ അപ്പോഴും ഈ 2 മാസത്തെ സ്റ്റേ അടക്കമുള്ളവ തന്നെ ഇത്തരം നൂലാമാലകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ എത്രമാത്രം അഭികാമ്യമായിരിക്കും? അഭികാമ്യമാണെന്ന് കോൺഗ്രസ്സിന് തോന്നുന്നുണ്ട്. അവരതനുസരിച്ചിട്ട് പോയിക്കോട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് വേറൊന്നും പറയാനില്ല. ഇപ്പോൾ മറ്റേ മുഖ്യമന്ത്രിയുടെയും മറ്റേ വൈദ്യുതി മന്ത്രിയുടെയും കാര്യത്തിൽ പെറ്റീഷൻ കൊടുത്ത ജോസഫിൻ്റെ വീട് ആക്രമിക്കാനായിട്ട് പോയി. ഇതൊക്കെ ഈ രാജ്യത്തിൽ ജനാധിപത്യമാണെന്നാണ് ഇവർ പറയുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവൻ മറ്റേ അക്രമവും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാൻ എത്ര കാലം കോൺഗ്രസ്സിന്. ഞാനൊരു കാര്യം പറയാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ കേസ് വന്ന കാലത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞാൻ രാജിവെച്ചൊഴിയുന്ന പ്രശ്നമേ ഇല്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കേന്ദ്ര മറ്റേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പിന്തുണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഴിമതിയാണ്. അഴിമതിയുടെ വിഹിതം ഷഫീറിന് പ്രതിരോധിക്കേണ്ട സമയം ആവശ്യമുള്ളൂ. 1 മിനിറ്റ് ഷഫീർ. ARലേക്കാണ് എനിക്ക് അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി ഇപ്പോൾ ഒരു പരാമർശമില്ല. ഇതുവരെ പുറത്തു വന്ന ഒരു തെളിവുകളും മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ കുടുംബത്തെ കണക്ട് ചെയ്യാവുന്ന ഒന്നും വന്നിട്ടില്ല. ശ്രീ തമ്പാൻ രവി സാറിൻ്റെയും ശ്രീ ബെന്നി ബെഹനാൻ ചേട്ടൻ്റെയും ഒക്കെ ഫോൺ കോളുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു. സരിത 48 പരിശോധിക്കട്ടെ. ഞാൻ അതിനകത്ത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സരിതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യത്തക്ക തരത്തിലുള്ള ഒന്നും ലഭിച്ചിട്ടില്ല. നിലപാട് വ്യക്തമാണ്. JRP അല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ലേ പറയുന്നത്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവർ വിലയിരുത്തും. അതൊരു ഷഫീറോ അല്ലെങ്കിൽ ഇനി ഉമ്മൻചാണ്ടി തന്നെ വന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ഇത് ബോധ്യവും. ഈ എന്താണ് നടന്നിട്ടുള്ളത് കേരളത്തിൽ അറിയില്ല. ഒരു ബന്ധമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ആ സ്ത്രീ പറയുകയാണ്, ഞാൻ എങ്ങനെ ജീവിക്കും, ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത സ്ത്രീ ആ നിമിഷം ബെന്നി ബെഹനാൻ ഫോൺ കട്ട് ചെയ്യാമല്ലോ. എന്തിനാ നമ്മുടെ തമ്പാനൂർ രവി ട്യൂഷൻ എടുത്തത്? ഇന്നത് പറയണം. മാതൃഭൂമി പത്രം വായിച്ചു നോക്കണം. രാവിലെ തൊട്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ട് മൊഴി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഇനി ഈ അഴിമതിയെ അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ഇതിലെ ഇടപെടലിനെ നിങ്ങൾ ചോറിൽ മത്തങ്ങ എടുത്ത് പുതയ്ക്കാന്ന് വെച്ചാൽ നടക്കില്ല. ആ മാന്യത ഉണ്ടെങ്കിൽ, ജനാധിപത്യത്തോട് അല്പമെങ്കിലും ഒരു ആദരവുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ, ഒരു സെൻട്രൽ ഏജൻസി കൊണ്ട് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ട് രാജിവെച്ച് ജനങ്ങളെ മുന്നിലേക്ക് പോവുകയാണ് ഏറ്റവും ബെസ്റ്റ്. ആരോപണങ്ങളിൽ സംശയിക്കപ്പെടുകയാണെങ്കിൽ അത് നേരിടേണ്ടത് ജനാധിപത്യത്തിൽ കൂടെ തന്നെയാണ്. ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ കഴിഞ്ഞ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ, സോളാറുമായി ബന്ധപ്പെട്ട്, ബാറുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളുടെ നിർണായക വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു പീപ്പിൾ TV. ഓരോ സംഭവങ്ങളും അതിന്റെ തനിമയോടെ, സത്യസന്ധതയോടെ ഈ ചർച്ച എല്ലാ അഭിപ്രായങ്ങളുടെയും രൂപീകരണമാകുമ്പോൾ ആ അഭിപ്രായത്തിൽ ഉരുത്തിരിയുന്നത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, കാപട്യങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതിന്റെ സംഹിതകൾ ചികയുകയായിരിക്കണം ജനാധിപത്യവാദികളുടെ വിശ്വാസവും. എല്ലാ അതിഥികൾക്കും പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി.